എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ബൈബിൾ ധ്യാനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് ഈ കർത്താവിനോട് പേര് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടപ്പോൾ പ്രത്യക്ഷനായ ദൈവത്തോട് മോശ ചോദിക്കും ചോദ്യം, മോശേ യഹോവേ അങ്ങയുടെ പേരെന്നാ? ഇല്ല, നമ്മൾ ആരെങ്കിലും ഒരു പുതിയ ആളെ കണ്ടാൽ നാം ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണ, എവിടെന്നാ വന്നെ, വീട് എവിടെന്നാ, പേരെന്നാ എന്നൊക്കെ നാം ചോദിക്കും പോലെ മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുക. മോശ ദൈവത്തോട് ചോദിക്കും, മോശ യഹോവേ അങ്ങയുടെ പേരെന്താ? കർത്താവ് അയാം. ഇല്ല, വിചിത്രമായൊരു പേരല്ലേ, ഇതുവരെ മോശ കേൾക്കാത്ത ഒരു പേര്, അയാം. എടാ, ഞാനാകുന്നവൻ ഞാനാണെന്ന്. എന്തോ കർത്താവ് ഞാനാകുന്നവൻ ഞാനാണെന്ന് പറയും. കാരണം സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത ഒരുവനാണ് ഞാൻ. എൻ്റെ പേരതാണ്. അപ്പം നമ്മയെക്കുറിച്ച് നാം പറയുമ്പോൾ പറയും ഐ ആം നോട്ട്, അല്ലേ, നമ്മൾ വർത്തിയല്ല. അല്ല, നമ്മൾ വർത്തിയാണ് അങ്ങനെ പറയും, ഞാൻ എല്ലാത്തിനും മതിയായ ഐ ആം നോട്ട്. അപ്പം ഗോഡ്സ് ഡിക്ലറേഷനാണ് അയാം, ഞാനാകുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞ അർത്ഥം പെർഫെക്ഷൻ ഓഫ് ഹിസ് ഐഡൻറ്റിറ്റിയാണ്. കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയുടെ പെർഫെക്ഷനാണത്. അപ്പം എന്ന് പറഞ്ഞാൽ അവർ ഗോഡ് ഈസ് കംപ്ലീറ്റ് ഇൻ ഹിംസെൽഫ് എന്നല്ലേ. അപ്പം ദൈവം അവൻ കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്ന് അർത്ഥം. അതിന് ഇറ്റേണൽ അല്ലെങ്കിൽ സോവറിൻ അല്ലെങ്കിൽ അൺചേഞ്ചിങ് ഗോഡ് എന്നൊക്കെ കർത്താവിന് നാം പറയുന്നത് അതുകൊണ്ടാണ്. നിത്യനായ ദൈവമേ, അല്ലേ, അത്ഭുതവാനായ ദൈവമേ, മാറാത്തവനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവമേ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കർത്താവ് അയാം എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ടൈംലെസ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടൈമില്ല എൻ്റെ എക്സിസ്റ്റൻസിന്. ഞാൻ ഭൂമിയിൽ വന്നതിനൊരു ടൈമില്ലെന്ന്, ടൈംലെസ് ആണെന്ന്, അല്ലേ, അതിൻ്റെ അർത്ഥം ഡിക്ലെയർ. ഗോഡ് ഡിപ്പെൻഡ്സ് ഓൺ എനിത്തിങ്. He does not depend on anything outside himself എന്ന് പറയാം. കർത്താവാണ് എല്ലാം. അവൻ്റെ നിലനിൽപ്പിന് മറ്റൊരു സോഴ്സിൻ്റെ ആവശ്യമില്ലെന്ന്, ഒരു റിസോഴ്സിൻ്റെ ആവശ്യമില്ലെന്ന് അത് കർത്താവ് പറഞ്ഞത്. അയാം എന്ന് പറഞ്ഞാൽ അർത്ഥം ഐ ആം സഫിഷ്യൻസി, അല്ലേ. കർത്താവ് പറയുക, ഞാൻ സഫിഷ്യൻ്റാണ്, ഞാൻ ടു മീറ്റ് ഓൾ അവർ നീഡ്സ്. അതാണ് ദൈവം ഉദ്ദേശിച്ച്, ഞാൻ എല്ലാത്തിനും മതിയായവൻ. കർത്താവ് ഐ ആം യുവർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ യഹോവ ജിറേ എന്ന് പറഞ്ഞാൽ അർത്ഥം ഐ ആം യുവർ പ്രൊവൈഡർ. യഹോവ റാഫ എന്ന് പറഞ്ഞാൽ ഐ ആം യുവർ ഹീലർ. യഹോവ റോഹി എന്ന് പറഞ്ഞാൽ ഐ ആം യുവർ ഷെപ്പേർഡ്. ആൻഡ് സെൽഫ് എക്സിസ്റ്റൻറ്റ്, അൺചേഞ്ചിങ്, സഫിഷ്യൻറ്റ് നേച്ചർ ഓഫ് ഗോഡ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് വാക്യം എന്ന് പറഞ്ഞാൽ. സമാനതകളില്ലാത്ത സെൽഫ് എക്സിസ്റ്റൻ്റായ ഒരു ദൈവത്തെയാണ് ആ ദൈവത്തെയാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഇപ്പം മനുഷ്യനാണ് ഈ ഹ്യൂമാനിറ്റി, നമ്മുടെ മാനുഷികത അതാണല്ലോ ഹ്യൂമൻ. അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റി നാം പറയും ഐ ആം നോട്ട്, അല്ലേ, നമ്മളൊന്നും അല്ല. വി ആർ ലിമിറ്റഡ് ബീങ്സ്. അവർ ലിമിറ്റേഷൻസ് ആൻഡ് ഇൻസെക്യൂരിറ്റീസ്, അല്ലേ, അങ്ങനെ അതെല്ലാം കൂടി നാം പറയാം ഐ ആം നോട്ട് ഗോഡ് എന്ന് പറയില്ലേ. നാം ലിമിറ്റഡ് ആണ്. മനുഷ്യന് സമാനതകളുണ്ട്, മനുഷ്യന് ലിമിറ്റേഷനുണ്ട്, അല്ല. വി ആർ ഇൻസെക്യൂർ. നമ്മൾ സെക്യൂർ അല്ല. ദൈവം പറയുക ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമാനതകളില്ലാത്ത, നമ്മോട് തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു ദൈവത്തെയാണ് നാം ആ ദൈവമാണ് മോശയോട് സംസാരിച്ച ദൈവം. ഇനി ഹ്യൂമൻ ഓഫൺ ഫോക്കസ് ഓൺ അവർ ഇന്നാഡിക്വസീസ്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം, ദൈവം വിളിക്കുമ്പോൾ നാം എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മുടെ ഇന്നാഡിക്വസീസാണ്. നിങ്ങൾ ഗിഡിയോനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗിഡിയോനെ ദൈവം വിളിച്ചു. ദൈവം ഗിഡിയോനെ വിളിച്ചെന്തോന്നാ? അല്ലയോ പരാക്രമശാലി എന്ന, എ മൈറ്റി വാരിയർ എന്ന ഗിഡിയോനെ ദൈവം പറയാം ഐ ആം ദ ലീസ്റ്റ്. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഗിദിയോൻ പറയാം ഐ ആം ദ ലീസ്റ്റ്. ഞാൻ ഏറ്റവും ചെറിയ, എൻ്റെ കുലത്തിൽ ഏറ്റവും ചെറിയവനാണെന്നാണ് ഗിദിയോൻ പറഞ്ഞത്, അല്ലേ. അപ്പം ദൈവം
അപ്പോൾ ദൈവത്തിൻ്റെ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ്. 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാം വാക്യം 12-ന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ദൈവശക്തി നമ്മെ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞവരാക്കി തീർക്കും എന്നാണ് അവിടെ നാം കാണുന്നത്. മനുഷ്യൻ ബലഹീനനാണ്, മനുഷ്യൻ ന്യൂനതയുള്ളവനാണ്, മനുഷ്യൻ കുറവുള്ളവനാണ്. എന്നാൽ ദൈവശക്തി നമ്മെ എന്തു ചെയ്യും? നമ്മുടെ ബലഹീനതയിൽ ബലം നൽകുന്നതാണ്. അതുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്നെ ഞാൻ എങ്ങോട്ട് ഈ ജനത്തിനെ വിടുവിപ്പാൻ, സേവിയർ, യു ആർ എ സേവിയർ, എ ഡെലിവറർ ഓഫ് ദീസ് പീപ്പിൾ, ഈ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന എൻ്റെ ജനത്തെ മോചിപ്പിപ്പാൻ നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു എന്ന് മോശയോട് പറയുമ്പോൾ മോശ പറയുക, ഗോഡ്, ഐ ആം നോട്ട് എലക്വൻറ്റ്. മനുഷ്യൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഐ ആം നോട്ട് ഗോഡ്, ഐ ആം നോട്ട് എലക്വൻറ്റ്, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ലെന്ന് പുറപ്പാട് ദിവസം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ അല്ലേ? അതിനർത്ഥം മോസസ് ഡൗട്ടഡ് ഹിസ് എബിലിറ്റി, അവൻ്റെ കഴിവിൽ അവൻ എന്ത് ചെയ്തു? സംശയിച്ചു. നാം പലപ്പോഴും നമ്മുടെ കഴിവിൽ സംശയിക്കുകയാണ് അല്ലേ? എന്നാലും ദൈവം എന്ത് ചെയ്തു? കഴിവില്ലാത്ത അല്ലേ, സംശയമുള്ള, കോൺഫിഡൻ്റ് അല്ലാത്ത ആ മോശയെ ദൈവം ഉപയോഗിക്കുന്നതായി നാം അവിടെ കാണുവാൻ കഴിയും അല്ലേ? മോസസ് ഫോക്കസ് ഓൺ ഹിസ് ലിമിറ്റേഷൻ. മോസസ് അവൻ്റെ ലിമിറ്റേഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ കർത്താവ് പറയാം, മോശേ, ഞാൻ നിന്നോട്, ഐ വിൽ ബി വിത്ത് യു മോസസ് അല്ലേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. നിൻ്റെ ലിമിറ്റേഷനും നിൻ്റെ വീക്ക്നെസ്സിലും നിന്നെ ശക്തനാക്കുന്ന ഒരുവൻ നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്, നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്, നീ പോകണം എന്നാണ് കർത്താവ് പറഞ്ഞത്. God does not call the equipment. ഓർത്തോ, ദൈവം എപ്പോഴും വിളിക്കുമ്പോൾ അവൻ എക്യുപ്പായിട്ടുള്ള ആളുകളെ ഒന്നുമല്ല വിളിക്കുന്നത്, ഒന്നുമല്ല. ഹി എക്യുപ്സ് ദ കോൾഡ്. അവൻ വിളിച്ചവരെ എന്ത് ചെയ്യുന്നു? അവൻ എക്യുപ്പ് ചെയ്യുന്നു. അതാ ദൈവം. ഹി ഡസ് നോട്ട് കോൾ ദ എക്യുപ്ഡ്. എല്ലാം റെഡിയായി, എല്ലാ നന്മകളുമുള്ള, എല്ലാം സുഭിക്ഷമാണ്, വീക്ക്നെസ് ഇല്ല, ലിമിറ്റേഷൻസ് ഇല്ല, ഒരുവനെ അല്ല ദൈവം വിളിക്കും. ദൈവം വിളിക്കുന്നത് ലിമിറ്റഡായ, എല്ലാ കുറവുകളും ന്യൂനതകളുമുള്ള ഒരു മനുഷ്യനെ അവൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ എക്യുപ്സ് ദ കോൾഡ്. വെൻ വി ഫീൽ ഇന്നാഡിക്വേറ്റ്, സഹോദരന്മാരെ, നാം പലപ്പോഴും നാം കുറവുള്ളവരായി, നാം വീക്കാണെന്ന് നമുക്ക് തോന്നുമ്പം നമ്മുടെ കർത്താവ് നമ്മൾ റിമൈൻസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ ആം ഈസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് യുവർ നീഡ്സ്. നിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നിർവഹിപ്പാൻ ഞാൻ ശക്തനാണെന്ന് ദൈവം പറയാം. ഞാൻ ശക്തനാണ്. നീ പറയും, മനുഷ്യൻ പറയും, ഐ ആം വീക്ക്. കർത്താവ് പറയും, ഐ ആം സ്ട്രോങ് അല്ലേ? വെൻ യു ആർ വീക്ക്, ഐ ആം സ്ട്രോങ്. മനുഷ്യൻ എപ്പോഴും പറയും, കർത്താവ് ഞാൻ വീക്കാണ്, ഞാൻ ബലഹീനനാണ്. കർത്താവ് പറയും, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിനക്ക് മതി, നിന്നെ ഞാൻ ബലവാനാക്കുന്ന ദൈവം ഞാനാണ്. നാം മനുഷ്യൻ പറയും, ഐ ആം വൺവർത്തി. പക്ഷെ ഗോഡ് പറയും, ഐ ആം യുവർ റൈഷ്യസ്നെസ്. ഞാൻ നിന്നെ നീതിമാനാക്കുന്നവൻ ഞാനാണ്. വി ഓഫൻ ഫീൽ ഇന്നാഡിക്വേറ്റ്. കുറവുള്ളവരായി നാം കാണും, വീക്കാണ്, അൺക്വാളിഫൈഡ് ആണ്. ദൈവം വിളിക്കുമ്പോൾ നാം ദൈവത്തോട് പറയുന്നത് മോശ പറഞ്ഞു പോലെ, ഹു ആം ഐ ദാറ്റ് ഐ ഷുഡ് ഗോ ടു ഫറോ. ഫറവോൻ അടുക്കൽ പോയി ഞാൻ ആരാണെന്നാണ് മോശ ദൈവത്തോട് ചോദിച്ചത്. മോശ അവൻ്റെ ഇൻസഫിഷ്യൻസിനെ കൺഫസ് ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കും, ഞാൻ ഒന്നുമല്ല, എൻ്റെ കാരണം ഒന്നുമല്ല, ഞാൻ ആരുമല്ല അവൻ്റെ മുമ്പിൽ നിൽക്കാനെന്ന് മോശ പറയുമ്പോൾ കർത്താവ് പറയുക, ഐ വിൽ ബി വിത്ത് യു മോസസ്. ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഗിഡിയോനോടും കർത്താവ് പറയാ, അവൻ പറഞ്ഞു, ഗിഡിയോൻ പറഞ്ഞു, ഐ ആം ദ ലീസ്റ്റ് ഇൻ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവൻ ഞാനാണെന്ന് പറയുമ്പോൾ കർത്താവിനോട് പറയാ, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ, ഐ ചൂസ് യു ടു ബി എ ഡെലിവറർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ വിമോചകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവനിൽ ശക്തിമാനായി, ആ പരാക്രമശാലി എന്ന് ഗിഡിയോനെ കർത്താവ് വിളിച്ചവനെ ബലപ്പെടുത്തുകയാണ്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഒരു വാക്യമുണ്ട്, അപ്പാർട്ട് ഫ്രം മീ യു ഐ ക്യാൻ ഡു നത്തിങ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പൗലോസ് പറയുകയാണ്. നമ്മുടെ കുറവുകളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ?
വെൻ യു ഫീൽ ആ ഓർവയുണ്ട്, നാം സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെ ഇന്നാഡിക്വസീസ് വീക്ക്, വി ആർ വീക്ക് അല്ലെ, നമ്മൾ ബലഹീനരാണെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ കുറവുകളെ ഒന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നാഡിക്വസീസ്, നമ്മുടെ ലിമിറ്റേഷൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നീ നേട്ട് പറയുമ്പോൾ കർത്താവ് പറയുക, അയാം ഞാൻ മതിയായവരാണ്, ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയും. അവൻ ശക്തനാണെന്ന് നമ്മെ എൻകറേജ് ചെയ്യുന്ന വാക്ക് ദൈവത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ശക്തി അത് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു പവറാണ്. ഗോഡ്സ് പവർ ഇൻ അവർ വീക്ക്നെസ്. നമ്മുടെ ഈ ബലഹീനതയിൽ തികയുന്ന ഒരു ശക്തിയുണ്ട്, അത് കർത്താവിൻ്റെ ശക്തിയാണ്. God's strength is perfected in our weakness. That is what Paul says. Paul പറയുകയാണ് നിന്റെ ശക്തി. അതുകൊണ്ട് 2 കൊരിന്ത്യർ 12-9 My grace is sufficient for you, Paul. എൻ്റെ കൃപ നിനക്ക് മതി പോലെ, നിന്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്നതാണ് എൻ്റെ കൃപ. God often chooses the weak. നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് the weak, ബലഹീനരെ, താഴ്ന്നവർ, താഴ്ചയുള്ളവർ. അത് എന്തിനാ അവരെ തിരഞ്ഞെടുക്കുന്നത്? അത് 1 കൊരിന്ത്യ ലേഖനം 1 Corinthians chapter 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നമ്മൾ അക്നോളജ് ചെയ്യാം, വി അക്നോളജ് ദാറ്റ് വി ആർ നോട്ട് ഇനഫ്. കർത്താവേ, ഞാൻ മതിയായവനല്ലെന്ന് നാം അങ്ങ് അംഗീകരിച്ചാൽ ഗോഡ് എന്ത് ചെയ്യും? വി അലൗ ഗോഡ് ടു വർക്ക് ഇൻ വേസ് ദാറ്റ് ബ്രിങ് ഹിം ഗ്ലോറി. നാം കർത്താവിൻ്റെ മുമ്പിൽ നാം ബലഹീനരാണ് കർത്താവ് എന്ന് നാം കൺഫസ് ചെയ്യുമ്പോൾ നാം ഒരു കാര്യം അംഗീകരിക്കുക, ബലവാനായ ദൈവം നമ്മിൽ, അവൻ്റെ ബലത്തിനു മേൽ നാം കീഴ്പ്പെട്ടിരുന്ന ദൈവം നമ്മുടെ ബലഹീനതകളിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 5000 പേരെ പോഷിപ്പിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുമ്പോൾ, അവർ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞൊരു ഇതുണ്ട്, വി ഹാവ് ഓൺലി 5 loaves and 2 fish. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. കർത്താവ് 5 അപ്പമുണ്ട് 2 മീനുണ്ട്, എന്നാൽ ഇത് മതിയാകില്ലെന്ന് അവർ പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്യും? നിൻ്റെ ഒന്നുമില്ലായ്മയെ, ഇത് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അതിന് എന്ത് ചെയ്തെന്ന turned into abundance of blessings. ആ 5 അപ്പത്തെയും 2 മീനെയും 5000 മാത്രമല്ല ദൈവം പോഷിപ്പി. നമുക്കറിയാം, അവർ എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തുന്ന ദൈവനത്തെ ഇന്ന് നാം പഠിക്കും. നിറച്ചെടുത്തു ദൈവം. നിൻ്റെ നോട്ട് ഇനഫിനെ കർത്താവിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്താൽ ഹി വിൽ ടേൺ ഇറ്റ് ഇൻ ടു അബണ്ടൻസ്. അവൻ അനുഗ്രഹിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്ന ആ ദൈവം. എലൈജ ആ വിഡോ ഒരു വിധവയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വിഡോ എലൈജയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൺലി എ ഹാൻഡ്ഫുൾ ഓഫ് ഫ്ലോർ ആൻഡ് എ ലിറ്റിൽ ഓയിൽ. കർത്താവ് ഒരു കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പറക്കുന്നു. എല്ലാം ഇന്നാഡിക്വസീസ് അല്ലേ. 2 വിറക് പറക്കുന്നു, ഒരപ്പം ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ. ഇന്നാഡിക്വസീസ്, ഇംപോസിബിലിറ്റീസ്. മരിക്കാൻ ഒരുങ്ങിയിരിക്കുക. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത ആ വചനപ്രകാരം നിങ്ങൾ വായിക്കും, 16-ാം വാക്യം വായിച്ച്, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതില്ലെന്ന. കർത്താവിൻ്റെ കാര്യത്തിൽ അവളുടെ ഇന്നാഡിക്വസീസ് അങ്ങ് കൊടുത്തപ്പോൾ ഒന്നുമില്ല, ഒരപ്പവും 2 വിറകും കർത്താവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ലെന്ന. എന്തൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. യുവർ ലിറ്റിൽ ആൻഡ് ഗോഡ് മൾട്ടിപ്ലൈ ഇറ്റ്. നിൻ്റെ കുറവ്, നിൻ്റെ ഒന്നുമില്ലായ്മ ദൈവം
വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ വാട്ട് യു ലാക്ക്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഞാൻ എൻ്റെ കുറവിനെ ഫോക്കസ് ചെയ്യുകയല്ല. ഫോക്കസ് ഓൺ വാട്ട് ഗോഡ് ക്യാൻ ഡു ത്രൂ യു. എന്നിലൂടെ എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും, മാത്രമേ ഉള്ളൂ. എൻ്റെ കുറവിനെ ഞാൻ കേന്ദ്രീകരിച്ച് എൻ്റെ കുറവ് നോക്കിയിരുന്നാൽ ദൈവപ്രവൃത്തി മഹിമപ്പെടില്ല, ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. എന്നാൽ നിന്റെ കുറവിൽ എൻ്റെ കർത്താവ് ഗോഡ് ക്യാൻ ഡു ത്രൂ മീ എന്ന് പറഞ്ഞാൽ എന്നിലൂടെ എൻ്റെ ദൈവത്തിന് എൻ്റെ കുറവിലൂടെ പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ അതിന് നോട്ട് ഇനഫിന് ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അബണ്ടൻസ് ബ്ലെസ്സിങ് ആക്കി തീർക്കുന്ന ഒരു കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത്. ഇനി ദൈവമക്കളെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലിവിങ് ഇൻ ഗോഡ്സ് ഐഡൻറ്റിറ്റി. പലപ്പോഴും ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഡ്രസ്സിൽ നാം എന്ത് ചെയ്യണം? ജീവിക്കാൻ പഠിക്കണം. കുറച്ച് മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ ദൈവത്തിൻ്റെ ആ അഡ്രസ്സിൽ, ദൈവത്തിൻ്റെ ആ ഐഡൻറ്റിറ്റിയിൽ, ആ വ്യക്തിത്വത്തിൽ നാം ജീവിക്കാൻ പഠിക്കണം ദൈവമക്കൾ. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയല്ലോ സാർ. കർത്താവ് അയാം എന്ന് പറഞ്ഞാൽ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോഡ്സ് ഐഡൻറ്റിറ്റി. ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ പരിപൂർണത, അല്ലെങ്കിൽ ആ ഗോഡ്സ് ഐഡൻറ്റിറ്റി പരിപൂർണത ക്രിസ്തുവിനുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിലുണ്ട് അല്ലേ. അതുകൊണ്ട് ദൈവമക്കളായ നാം വി ആർ റൂട്ടഡ് ഇൻ ഗോഡ്സ് ഐഡൻറ്റിറ്റി. ഇല്ലേ, ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നാം റൂട്ടഡാ. അയാം നാം ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി അയാമാണ് എന്ന് പറയാം. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? അയാമല്ല, അയാം നോട്ട്. എന്നാൽ ദൈവത്തിൻ്റെ നമ്മുടെ അയാം നോട്ട്, ഞാൻ അല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എന്തു ചെയ്യും? അയാം ഓൾസോ സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം ഇവിടെ നോക്കിയോ, ലിവിങ് ഇൻ ഗോഡ്സ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നാം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, when we say I am not strong, ഞാൻ കർത്താവേ ഞാൻ ശക്തനല്ല എന്ന് നീ പറയുമ്പോൾ ദൈവം തമ്പുരാൻ പറയാം, ഗോഡ് സേസ് I am your strength. കണ്ടോ, ഞാൻ ശക്തനല്ല കർത്താവ് നിന്നോട് കൂടെ പറയാ, ഞാൻ നിന്റെ ശക്തിയാണ്, നിന്നെ ശക്തീകരിക്കുന്നവൻ എന്നെ. അതുകൊണ്ടാണ് ഓരോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും എന്തോ ശക്തനാണ്. എൻ്റെ ശക്തിയല്ല, എന്നെ ശക്തനാക്കുന്നവൻ അവിടെ പ്രാധാന്യം. എൻ്റെ ശക്തിയല്ല, എൻ്റെ യുക്തിയല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കർത്താവിൻ്റെ ശക്തി എന്നെ ശക്തനാക്കുന്നു. when we say I am not wise, കർത്താവ് ഞാൻ ബുദ്ധിയില്ല, എനിക്ക് ജ്ഞാനമില്ലെന്ന് നീ പറയുമ്പോൾ കർത്താവ് പറയും I am your wisdom, ഞാൻ നിന്റെ ജ്ഞാനമാണ്. നമ്മുടെ ജ്ഞാനമല്ല, കർത്താവിൻ്റെ ജ്ഞാനം നമ്മിൽ പകരപ്പെടൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. I am not able, when we say I am not able, കർത്താവ് ഞാൻ യോഗ്യനല്ല, എനിക്ക് കഴിവില്ലെന്ന് നീ പറയുമ്പോൾ കർത്താവ് പറയും I am able. കണ്ടോ, കർത്താവ് പറയേ ഞാൻ ഏബിൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇന്നാഡിക്വിറ്റീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗോഡ് ടു റിവീൽ ഹിംസെൽഫ്. നമ്മുടെ ഇന്നാഡിക്വസീസ്, നമ്മുടെ ഐ ആം നോട്ട് സ്ട്രോങ്, ഐ ആം നോട്ട് ഏബിൾ എന്നൊക്കെ നമ്മൾ പറയും. അത് കർത്താവ് പറയുകയാണ് ഐ ആം ഏബിൾ, കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയാം. ദൈവമക്കൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി അയാം. എനിക്ക് ശക്തനാണ് എൻ്റെ കർത്താവ്, ഞാൻ ബേസിക്കലി എന്തല്ല, ഞാൻ ബുദ്ധിമാനല്ല, പക്ഷെ എൻ്റെ ദൈവം എന്നിലുള്ളതുകൊണ്ട് എന്താ ഐ ആം വൈസ് അല്ലേ. കർത്താവ് ഐ ആം യുവർ വിസ്ഡം, അതുകൊണ്ട് ഞാൻ വൈസാണ്, ഞാൻ ജ്ഞാനിയാണ്. നിങ്ങൾക്കറിയാം പീറ്ററിനെ കുറിച്ചറിയാം, പീറ്റർ ട്രാൻസ്ഫോർമേഷൻ. എത്ര പ്രാവശ്യം 3 കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. എന്നിട്ട് അവൻ പറയാം ഐ ആം നോട്ട് വിത്ത് ഹിം. അവനോട് കർത്താവ് ചോദിച്ചപ്പോൾ നീ അവനോട് കൂടെയുള്ളവൻ എന്ന് കർത്താവ് പീറ്റർ പറയുകയാണ് ഐ ആം നോട്ട് വിത്ത്, അവനോട് കൂടെ ഞാനില്ല, അവനെ ഞാൻ അറിയില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾക്കറിയാം ആഫ്റ്റർ ദ റിസറക്ഷൻ, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ജീസസ് എംപവേർഡ് പീറ്റർ ടു ബോൾഡ്ലി പ്രൊക്ലൈം ദ ഗോസ്പൽ. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം എത്രയോ ധൈര്യത്തോടെ, എത്രയോ ആളുകളുടെ മുമ്പിൽ സുവിശേഷത്തിന് വേണ്ടി ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന ഒരു പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ 3000 പേരെ സ്നാനപ്പെടുത്തുന്ന ഒരു പീറ്ററിനെയല്ലേ, ഒരു പത്രോസിനല്ലേ നാം അവിടെ കാണുന്നത്. എന്താ കാരണം?
പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അറിയപ്പെടുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ്. ഞാൻ പണ്ടത്തെ പീറ്ററല്ലെന്ന്, സൈമനല്ലെന്ന്, ഞാനിപ്പോൾ പാറയായ ആ പത്രോസാണ്, അല്ലേ? ഞാൻ പാറ ആയ പത്രോസാണ്. ആ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി, അല്ലേ? കർത്താവ് എൻ്റെ കോർണർ സ്റ്റോൺ ആണെങ്കിൽ, പാറയാണെങ്കിൽ, ഞാൻ എന്തുവാ? എ പീസ് ഓഫ് റോക്ക്, അല്ലേ? ഓൺ ദാറ്റ് റോക്ക്, ആ പാറയിൽ ഞാനൊരു പീസ് ഓഫ് റോക്ക്. എനിക്കും എന്തുണ്ട്? കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയിൽ എന്നിലുണ്ടെന്ന് പത്രോസിന് നന്നായി മനസ്സിലായി. പോളും അതുകൊണ്ടാണ് പറഞ്ഞത്. പോൾ പറഞ്ഞ ഞാൻ നോ ലോങ്ങർ ലീവ്ഡ് ഫോർ മൈസെൽഫ്, ഞാൻ ജീവിക്കുന്നത് ഞാനല്ലെന്ന്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലീവ് ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. എൻ്റെ കർത്താവ് ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. എന്തുവാ പോൾ അങ്ങനെ പറയാൻ കാരണം? ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം എന്നിൽ ജീവിക്കുന്നത് ഇനി ഞാനല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ വിചാരങ്ങളല്ല. എൻ്റെ വിചാരങ്ങളും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എല്ലാം എവിടെ കൊടുക്കും? എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ കൈമാറുകയാണ്. ആ ഐഡൻറ്റിറ്റിയിൽ ഞാൻ അറിയപ്പെടുകയാണ്. ക്രിസ്തുഭക്തരായ നാം എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, നാം ജീവിക്കേണ്ട ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ്. നമ്മളെ കാണുന്നവർ വരെ അവൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്. നിന്റെ സ്വഭാവം രുചിച്ചറിയുന്നവർ പറയും, ഉണ്ടോ അവൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്, അല്ലേ? അവൻ ആ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാ. എത്ര പേര് പറയും? നിന്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ വചനങ്ങൾക്കും പ്രവൃത്തിക്കും അനുയോജ്യമായി മാറുന്നുവെങ്കിൽ, അല്ലെ, നാം ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടും. സ്തോത്രം. ഫ്രം ഐ ആം നോട്ട് ടു ത്രൂ ഹിം ഐ ക്യാൻ. നാം കർത്താവിന് വേണ്ടി സറണ്ടർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തുന്ന ശക്തിയായി മാറും. ടു അക്കംപ്ലിഷ് ദി ഇമ്പോസിബിൾ തിങ്സ്, സാധ്യമായതിനെ സാധ്യമാക്കും. ഗോഡ് ഡസ് നോട്ട് കോൾ ദ കോളി. നിങ്ങൾ ഓർത്തോണം, ദൈവം ക്വാളിഫൈഡിനെ ഹി ഡസ് നോട്ട് കോൾ ദ ക്വാളിഫൈഡ്, ഹി ക്വാളിഫൈസ് ദ കോൾഡ്. ദൈവം ക്വാളിഫൈ ആയവരെ വിളിക്കാൻ വേണ്ടി വന്നവരൊന്നല്ല. ദൈവം എന്ത് ചെയ്തു? വിളിച്ചിട്ട് അവനെ ക്വാളിഫൈ ചെയ്യുക. അതാ ദൈവത്തിൻ്റെ പദ്ധതി. നാം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് ഈ ഡസ് നോട്ട് കോൾ ദ ക്വാളിഫൈഡ്, അല്ലേ? നമ്മുടെ പ്രവൃത്തി മനുഷ്യൻ ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ നാം വിളിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല, ഈ ക്വാളിഫൈസ് ദ കോൾഡ്. അവൻ വിളിച്ചവരേക്ക്. അതുകൊണ്ടാണല്ലോ 12 ശിഷ്യന്മാരെ ക്വാളിഫൈഡ് ഒന്നുമല്ല അവർ. സമൂഹത്തിൽ വിലയില്ലാത്തവർ, അർത്ഥമില്ലാത്തവർ, ഈ ഗലീലിയന്മാർ, ഭോഷന്മാർ എന്നൊക്കെ വിളിക്കപ്പെട്ടവർ, സ്ഥാനമില്ലാത്ത, മാനമില്ലാത്തവരെ വിളിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാം? കൃപകളും കൊടുത്ത്, ആത്മാവും കൊടുത്ത്, ദൈവശക്തിയും കൊടുത്ത്, ഐഡൻറ്റിറ്റിയും കൊടുത്ത് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. സ്വർഗത്തിലെ ദൈവം, ഭൂലോകത്തിൻ്റെ സൃഷ്ടാവ് തിരഞ്ഞെടുത്തത് ഒന്നുമില്ലാത്തവരെയാണെങ്കിൽ, അൺക്വാളിഫൈഡ് പീപ്പിളിനെ ആണെങ്കിൽ, നമ്മയും തിരഞ്ഞെടുപ്പ് നോക്കിയേ, നമ്മുടെ തിരഞ്ഞെടുപ്പ് നോക്കിയേ. നാം ബുദ്ധിമാന്മാരൊന്നുമല്ല, ഭൂഷന്മാരായ ദൈവം നമ്മെ ലോകപ്രകാരം നാം ജ്ഞാനികളല്ല, എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹി ക്വാളിഫൈസ് ദ കോൾഡ്. ഹി ക്വാളിഫൈസ് അസ്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ, യോഹന്നാൻ കുറേ കൂടെ വ്യക്തമായി പറയുക, നീ യേശുവിൽ വസിക്കുന്നെങ്കിൽ, നീ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി നിന്നിലുണ്ടെങ്കിൽ നിന്നിൽ എന്തു ചെയ്യും? ഫലം കായ്ക്കും. ഫലമില്ലെങ്കിൽ ഫലം കായ്ക്കുന്നുണ്ട്. ഇതുവരെ കായ്ക്കാത്തത്, ഇതുവരെ ആരും അറിയാത്തത്, ഇതുവരെ ആരും രുചിക്കാത്ത ചില ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. നീ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് ജനം പറയും. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിന്നെ സ്വർഗത്തിലെ ദൈവത്തിന് അനുരൂപനായവനായി ദൈവം നിന്നെ തീർക്കും. അതുകൊണ്ട് യോസേഫിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ, യോസേഫ് betrayed and sold into slavery. സഹോദരന്മാരാൽ ചതിക്കപ്പെട്ട് അടിമത്വത്തിൽ വിൽക്കപ്പെട്ട് ദൈവം അവനെ അവിടെ നിന്ന് എന്ത് ചെയ്തെന്ന റൈസ് ഹിം ടു ബി എ റൂളർ ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി, പ്രധാനമന്ത്രിയായി അവനെ തിരഞ്ഞെടുത്തെങ്കിൽ, സ്തോത്രം,
ദൈവത്തിൽ. അത് എന്തുകൊണ്ടാണ്? കാരണം അവൻ ദൈവത്തിൽ വസിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവൻ എവിടെ പോയാലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊത്തിപ്പാറിൻ്റെ വീട്ടിൽ യഹോവയുണ്ട്, പൊട്ടക്കിണറ്റിൽ യഹോവയുണ്ട്, കാരാഗ്രഹത്തിൽ യഹോവ അവനോട് കൂടെ ഇരുന്നു. യഹോവയോട് കൂടെ ഇരുന്നാൽ നിന്റെ സ്ഥിതിക്കും വ്യത്യാസം വരുമെന്ന അർത്ഥം. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന. യഹോവ രാജാവാണെങ്കിൽ നിന്നെ അവൻ എന്താക്കും? രാജാവാക്കി തീർക്കും. എസ്തേർ ഒരു ജൂയിഷ് ഗേൾ, സിമ്പിൾ ഗേൾ, ആരും മാനിക്കാത്ത ഒരുവളെ എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ രാജ്ഞിയാക്കി മാറ്റുവാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു കരമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം. ഒന്നുമല്ലാത്ത നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, യഹോവയുടെ മുഖത്ത് നോക്കിയാൽ നിന്നെ വലിയവനാക്കുന്ന ഒരു ദൈവമുണ്ട്. സറണ്ടർ യുവർ ലൈഫ്, എബിലിറ്റീസ് ആൻഡ് ഫിയേഴ്സ് ടു ഗോഡ്. എല്ലാം കർത്താവിന് വേണ്ടി നീ ഒന്ന് സമർപ്പിച്ച്. എന്നാൽ എഫേസ്യലേഖനം 3:20 പറയുന്നു, എന്നാൽ നീ കർത്താവിനെ വിശ്വസിച്ചാൽ, നിന്റെ ലൈഫ് ജീവിതം കർത്താവിന് സറണ്ടർ ചെയ്താൽ, നിന്റെ കഴിവുകൾ, നിന്റെ ഭയം, നിന്റെ ഡൗട്ട്, നിന്റെ ഇന്നാഡിക്വസീസ്, ഇൻസഫിഷ്യൻസി ഒക്കെ നീ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ, എഫേസ്യൻസ് 3:20 പറയുക, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ലോകത്തിൽ മറ്റുള്ളവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അല്ലെന്ന്, ആ ശക്തിയാൽ കഴിയുന്നവന്, അല്ലേ, ആ ശക്തിയാൽ എല്ലാം കഴിയും. സ്തോത്രം. നമ്മെ വേറൊരു വ്യക്തിയാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്റെ നോട്ട് ഇനഫ് കർത്താവിന് ഏൽപ്പിച്ചാൽ, ഈ ദിവസങ്ങളിലൊരു മൾട്ടിപ്ലിക്കേഷൻ തന്നെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നോട്ട് ഇനഫ്, കർത്താവ് തികയില്ലാത്തത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഈ ദിവസങ്ങൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ കാണാൻ കഴിയും, ഒരു ബ്ലെസ്സിങ് കാണാൻ കഴിയും, ഒരു അബണ്ടൻസ് കാണാൻ കഴിയും, ചില ഫലങ്ങൾ പുറപ്പെടുന്നത് കാണാൻ കഴിയും. നിന്നെ കാണുന്നവർ ഇവൻ യേശുവിൻ്റെ ഐഡൻറ്റിറ്റി ഉള്ളവർ എന്ന് മനസ്സിലാക്കുവാൻ നിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. നിന്റെ ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിന്റെ അടിമത്വത്തിൽ നിന്ന് നിന്നെ കർത്താവ് വിടുവിച്ച് വെളിച്ചത്തിൽ നിന്നെ നടത്തുന്ന കർത്താവ് നീ വെളിച്ചത്തിലേക്ക് നടത്തും. ദൈവം നിന്നെ സാധ്യമായൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ നിന്നിൽ തരുവാൻ കർത്താവ് ശക്തനാണ്. ജീസസ് ഈസ് ദ അൾട്ടിമേറ്റ് ആൻസർ ടു എവറി ഹ്യൂമൻ നീഡ്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കർത്താവാണ്. വെൻ വി സേ ഐ ആം നോട്ട്, നാം കർത്താവ് ഞാൻ ഒന്നുമല്ല, കർത്താവ് റെസ്പോൺസിൽ വിത്ത് ഹൂ ഹി ഈസ്. കർത്താവിൻ്റെ പേര് ഞാൻ ഒന്നുമല്ല കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഐ ആം ദ വേ വെൻ യു ആർ ലോസ്റ്റ്. കർത്താവ് ഞാൻ വഴിയാണ്, സത്യമാണ്. വെൻ യു ആർ ലോസ്റ്റ്, നാം ലോസ്റ്റ് ആകുമ്പോൾ, നഷ്ടപ്പെട്ട ഒരുവനോട് കർത്താവ് പറയും ഞാൻ വഴിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. യോഹന്നാൻ 7 ഐ ആം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ കുറവ് എൻ്റെ കയ്യിൽ, ഐ ആം ദ വേ. വഴിയില്ലാത്തവനോട് യേശു പറയും ഞാനാ വഴി. തപ്പിത്തടവ് യേശു പറയും ഞാനാ വഴി. കൺഫ്യൂസ് ആയവനോട് യേശു പറയും ഞാനാ വഴി. സെർച്ചിങ് ഫോർ മീനിങ്, അർത്ഥത്തിനു വേണ്ടി ഓടുന്ന യേശു പറയും ഞാനാ വഴി. Jesus provides the clarity, a purpose, a relationship with God. ദൈവത്തോടൊരു ബന്ധം അവൻ സൃഷ്ടിക്കുകയാണ്. Now when God says I am light, കർത്താവ് പറയും ഞാൻ ലൈറ്റാണ്, ഞാൻ പ്രകാശമാണെന്ന് പറയുമ്പോൾ, you're walking in the darkness. When you are walking in the darkness, go say I am the light. ഞാൻ വെളിച്ചമാണെന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്തവന്, അന്ധകാരത്തിൽ നടക്കുന്നവന്, തപ്പിത്തടഞ്ഞ് നടക്കുന്നവർ, മോറൽ ഫെയിലുവേഴ്സ് ആയവരോട് യേശു പറയുക ഞാനാണ് വെളിച്ചം. സ്തോത്രം. When you are weary and broken, ക്ഷീണിച്ചവനാണ്, പൊട്ടി തകർന്നവനാണെങ്കിൽ കർത്താവ് ഐ ആം ലൈഫ്, ഞാൻ ജീവനാണ്, നിന്നെ ജീവിപ്പിക്കുന്നവനാണ്. നീ പോയില്ലെന്ന്, നീ ബ്രോക്കൺ അല്ലെന്ന്, നീ വിയറി അല്ലെന്ന്, നിന്നെ ജീവിപ്പിക്കുന്ന ഒരുവനാണ് ഞാൻ. ഐ ആം ദ ലോർഡ്. ഐ ആം. Replace your weary and brokenness to God. Transform, exchange your brokenness weary to God. When we feel shut out or vulnerable, അല്ലേ, നമ്മൾ പലപ്പോഴും വാതിലടച്ച് നമ്മെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ചില വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ കർത്താവ് പറയാം, ഐ ആം ദ ഡോർ, ഞാനാണ് വാതിൽ. He welcomes us with open arms and gives us access to God's grace. കണ്ടോ, കർത്താവ് പറയാ, നിന്നെ പൊട്ടിയടച്ച് പഴുതിട്ട് നിനക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് അടച്ചവരുടെ മുമ്പിൽ ഞാൻ ഡോറാണ്, ഞാൻ നിന്റെ വാതിലാണ്, ഞാൻ തുറക്ക്. ഈ ദിവസങ്ങളിൽ തുറക്കാത്ത ആ വാതിലുകളെ യേശു കർത്താവ് തുറക്കും. ഞാൻ ആ വാതിൽ, നീ തുറക്ക്. സ്വതം ഹല്ലേലൂയ. ഒരാശയുമില്ല, നിരാശയായി കർത്താവ് സംഭവിക്കുന്നില്ലതോ, എല്ലാം തോൽവിയാണ്, പരാജയമാണ്. സ്തോത്രം. യേശു പറയുക, ഞാൻ വാതിൽ, നീ മുട്ടി, ഞാൻ തുറക്കും. Now when we feel lost, exposed, abandoned, തപ്പിത്തടയുന്ന, ആരുമില്ലാതെ തപ്പിത്തടയുമോ, അബാൻഡൻഡായി ഉപേക്ഷിക്കപ്പെട്ട നമ്മോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയനോ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ്. തന്നെയല്ല, നല്ല ഇടയനോ പച്ചയായ മേൽപ്പുറങ്ങളിൽ നിന്നെ കിടത്തുന്നവനാണ്. ഞാൻ യുവർ ലീഡർ എന്നാ പറഞ്ഞ, ഞാൻ യുവർ ലീഡർ. ഉപേക്ഷിക്കപ്പെട്ടവൻ, എക്സ്പോസ്ഡ് ആയവൻ, അബാൻഡൻഡ് ആയവൻ, കർത്താവ് പറയാം ദ ഗുഡ് ഷെപ്പേർഡ്, നിന്നെ ഉപദേശിക്കുന്നവൻ, നിന്റെ സ്വരം കേൾക്കുന്നവൻ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, അല്ലേ? ആടുകളുടെ സ്വരം ഇടയനറിയാം. നിന്റെ സ്വരം കേൾക്കുന്ന ഒരു ഇടയനുണ്ടെന്ന്, നിന്നെ കേൾക്കുന്ന, നീ കേൾക്കുന്ന ഒരു ഇടയനാണ് ഞാൻ. The grief or fear of death, മരണത്തിൻ്റെ താഴ്വരയിൽ നാം കടന്നു പോകുമ്പോൾ കർത്താവ് പറയാം, ഐ ആം ദ റിസറക്ഷൻ ഓഫ് ലൈഫ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. മരണത്തെ ഭയപ്പെടുന്ന ഒരു കർത്താവ്, ഞാനാ പുനരുത്ഥാനവും ജീവനും. നീ മരിച്ചാലും ഞാൻ നിന്നെ ജീവിപ്പിക്കും. സ്തോത്രം. കർത്താവ് പറഞ്ഞ when we are weak and unprotective, കർത്താവ് ഞാൻ ശക്തിമാനല്ല, ഞാൻ ക്ഷീണിച്ചവനാണ്, പ്രൊഡക്റ്റീവ് ഒന്നുമല്ലെന്ന് പറയുമ്പോൾ കർത്താവ് ഐ ആം ദ ട്രൂ വൈൻ. ഉണ്ടോ? 15 ഞാൻ മുന്തിരിവള്ളിയാണ്, എന്നിൽ വസിക്കുന്നവൻ എന്ത് ചെയ്യും? ഫലം കായ്ക്കുന്ന. എന്നിൽ വസിക്കുന്നവൻ, ഡ്രോവിങ് സ്ട്രെങ്ത് ഫ്രം ഹിം. യു കണക്ട്, റിമൈൻ കണക്റ്റഡ് ടു ഹിം എന്നാ പറയുന്നത്. കർത്താവിലേക്ക് എന്ത് ചെയ്യും? നീ കണക്ട് ചെയ്യണം. ഒരു വൈൻ നിന്നെ പോഷിപ്പിക്കുന്ന, പ്രൊഡക്റ്റീവാക്കുന്ന, നിന്നെ ഉന്നതനാക്കുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരുവന്റെ കയ്യിലേക്ക് നിന്നെ ഒന്ന് കൊടുക്കണം. സ്തോത്രം. കർത്താവ് പറയാ, എല്ലാ അയാം സ്റ്റേറ്റും കർത്താവ് തെളിയിച്ച ഒരു കാര്യമുണ്ട്. He is the solution to every human struggle and need. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ സൊല്യൂഷൻ നമ്മുടെ കർത്താവാണ്. When we embrace our weaknesses, കർത്താവ് ഞാൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് abide in him, അവനിൽ വസിച്ചാൽ His sufficiency transform us. നമ്മെ അവൻ്റെ ആ സഫിഷ്യൻസി നമ്മെ ട്രാൻസ്ഫോം ചെയ്യും. നാം വേറൊരു ജീവിതത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കും. Can you exchange your I am not, my I am not, because he is. ദൈവം നാം അല്ലാത്തതിനെ അവനാക്കി തീർക്കുന്നവൻ കർത്താവാണെന്ന്. നമ്മുടെ അയാം നോട്ടിന് കർത്താവിൻ്റെ അയാമിലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് കൺവേർട്ട് ചെയ്യണം. അവൻ ശക്തിമാനാണ്. മോസസ് പറഞ്ഞു, God transforms our identity through his power and grace. മോസസും ഗിഡിയോനും യോണും they move from focusing on their limitation to fulfilling God's mission because they trusted in God's sufficiency. കണ്ടോ, ഇവരെല്ലാം കുറവ് പറഞ്ഞവർ, ഒരു കാലത്ത് ഞാൻ അല്ലെന്ന് പറഞ്ഞവർ, ദൈവം അവരെ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ നോക്കിയോ എത്ര ധീരന്മാരായി അവർ ഇസ്രായേലിൻ്റെ ആ പടനായകന്മാരെ ലീഡേഴ്സായി ദൈവം അവർ ഉയർത്തി. അതുകൊണ്ട് 2 Corinthians chapter 5:17 പറയും, if anyone in Christ and he is new creation, ക്രിസ്തുവിലാകുന്ന ഒരു പുതിയ സൃഷ്ടി, പഴയത് നീങ്ങിപ്പോയി, അവൻ പുതിയതാണെന്ന് പറഞ്ഞാൽ പുതിയ കൃപകൾ, പുതിയ വ്യക്തിത്വം, പുതിയ ജീവിതത്തിനുടമ. നിന്റെ അയാം നോട്ടിനെ കർത്താവ് എന്ത് ചെയ്യും? അവൻ്റെ ഐഡൻറ്റിറ്റിയോട് ഒട്ടിച്ചേർപ്പിക്കും. സാധ്യമാണ്, എന്നാൽ സകലവും സാധ്യമാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ്. അവർ വീക്ക്നെസ് ബിക്കെയിം പ്ലാറ്റ്ഫോം ഫോർ ഹിസ് ഗ്ലോറി. നമ്മുടെ വീക്ക്നെസ് കർത്താവിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഗോഡ്സ് ഐ ആം ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത്, പർപ്പസ് ആൻഡ് ഐഡൻറ്റിറ്റി. ദൈവമേ,
ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ എൻകറേജ് നിങ്ങൾ ധൈര്യപ്പെടുന്ന കാര്യമുണ്ട്. Let go of your insecurities and lean on God's promises. ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കൈവിട്ടിട്ട് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുന്നവരായി മാറണം. What are your areas, your life, the areas of your life defined by I am not? കണ്ടുപിടിച്ച് ഐ ആം നോട്ട് എന്ന് പറയുന്ന എത്രയോ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. വിൽ യു അലൗ ഗോഡ്സ് ഐ ആം ടു റീഡിഫൈൻ യുവർ ഐഡന്റിറ്റി ആൻഡ് പർപ്പസ്? വിൽ യു അലൗ ഗോഡ്സ് ഐ ആം? ദൈവം കർത്താവ് പറയും ഞാനുണ്ടെന്ന് അടുത്തു നിന്ന് പറയുമ്പോൾ നിന്റെ അയാമിനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂ. സറണ്ടർ യുവർ ലിമിറ്റേഷൻ ടു ഗോഡ് ടുഡേ ആൻഡ് ട്രസ്റ്റ് ഹിം ടു വർക്ക് ത്രൂ യു. നമ്മുടെ ലിമിറ്റേഷൻ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം.